പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സെപ്റ്റംബർ 24-ാം തീയതി നമുക്ക് ദാനമായി തന്നല്ലോ. പ്രൈസ് ലോർഡ് ഫോർ എവറി ഗുഡ്നെസ് ഓഫ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടിൽ നൗ. നിങ്ങളെവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നോളം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ഗാനത്തിലൂടെ ഇന്നത്തെ ഡെയിലി മന്ന ആരംഭിക്കാം. പ്രൈസ് ലോർഡ്. கிறிஸ்துவுக்குள் வாழும் எனக்கு எப்போதும் வெற்றியுண்டு. கிறிஸ்துவுக்குள் வாழும் எனக்கு எப்போதும் வெற்றியுண்டு. வெற்றியுண்டு, வெற்றியுண்டு. என்னென்ன துன்பம் வந்தாலும் நான் கலங்கிடவே மாட்டேன். யார் என்ன சொன்னாலும், யார் என்ன சொன்னாலும் நான் இயேசு போக மாட்டேன். நான் சோர்ந்து போக மாட்டேன். கிறிஸ்துவுக்குள் வாழும் எனக்கு எப்போதும் வெற்றியுண்டு. ஆமென். கிறிஸ்துவுக்குள் வாழும் எனக்கு എപ്പോഴും വെற்றிയുണ്ട്. പ്രൈസ് ലോർഡ്. ഈ വരികളിൽ ഫാദർ ബെർഗ്മാൻസ് പാടിയിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ വാഴുന്ന നമുക്ക് എപ്പോഴും ജയമാണുള്ളത്. ജയം മാത്രമാണുള്ളത്. എന്ത് തുன்பം വന്നാലും, എന്ത് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ കലങ്ങിപ്പോവില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ സോർന്ന് പോവില്ല. അതായത് വിഷമിച്ച് പോവില്ല, ദുഃഖിതരായിരിക്കില്ല. കാരണം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ആമേൻ. ഇന്നത്തെ വചന ധ്യാനത്തിനായി സാംസ് 24 സങ്കീർത്തനങ്ങൾ 24. ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്താർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജ്യത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളുടെ നിങ്ങളുടെ തലകളെ ഉയർത്തി, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാവുന്നു മഹത്വത്തിൻ്റെ രാജാവ്. യഹോവയെ നിങ്ങളിലേക്ക് മനസ്സുയർത്തുന്ന ദൈവമേ, ഞാൻ എൻ്റെ ആശ്രയിക്കുന്നു. എന്നാൾ ലജിച്ചു പോരും എൻ്റെ ശത്രുക്കളിന്മേൽ ജയം ഘോഷിക്കട്ടെ. സങ്കീർത്തനം 25:1. പ്രൈസ് ലോർഡ്. വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കതിനെ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അടിയങ്ങളെന്നോളം അങ്ങയുടെ ദയയിലും വിശ്വസംഘടന നടത്തിയ കൃപയാസുരം ആ കൃപയിൽ നിലനിർത്തനായ സ്വരം മനസ്സിന് വാക്കണം. എല്ലാ കുറവുകൂട്ടി ക്ഷമിക്കണേ. എല്ലാ ബലഹീനങ്ങൾ വിടുവിക്കുമാറണമേ. കർത്താവേ, സ്തോത്രം. വിടുതൽ പ്രവഹിക്കേണ്ട എല്ലാ മേഖലകളിലും ഒറ്റവാക്കുന്ന സകലം സൃഷ്ടിച്ച ദൈവം അങ്ങയുടെ അത്ഭുതകരം തൊട്ട് കർത്താവ് അങ്ങയുടെ ഗീതപ്രകാരമുള്ള നിയോഗങ്ങളിലേക്ക് അങ്ങക്ക് ഞങ്ങളെക്കുറിച്ച് നിയോഗങ്ങളിലേക്ക് നടത്തി. കർത്താവേ, സ്തോത്രൻ്റെ നാമഹത്വത്തിനെ സകലം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ എക്സ്ട്രാ ഓർഡിനറി അങ്ങേക്ക് വേണ്ടി മാറ്റിയെടുക്കണം. ആത്മയും ഭൂതയും അനുഗ്രഹിക്കണം. അങ്ങേക്ക് വേണ്ടി കർത്താവേ, സ്തോത്രം. ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവെ അങ്ങനെ വരുവാനായി അനേകരെ കർത്താവ് അങ്ങയിലേക്ക് നയിക്കുവാൻ, കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന താലന്തുകൾ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ, പാവപ്പെട്ടവരെ കണ്ട കർത്താവെ മനസ്സിലായുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. 10 കന്യകമാരെ പോലെ കർത്താവെ സ്വർവ്വളക്കെടുത്ത് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ കൃപ ചെയ്യുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധന്മ ശക്തിയാൽ നിറക്കണമേ. രക്തത്തെക്കാൾ വിശുദ്ധീകരിക്കുക വരുവാനായിട്ട് ഒരുക്കുമാറണമേ. സകലത്തിന് തീർന്ന മഹത്വം എടുക്കുമാറാണമേ. തിരുക്കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അർക്കപ്പെട്ട കുഞ്ഞാന മഹത്വമാനവും സ്തുതി അർപ്പിക്കുന്നു. ക്രിസ്തേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ സ്തോത്രം. യേശുവിൻ്റെ അടിപ്പിനാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഓരോരുത്തരും ഒരിക്കലും ബാധേനെ കൂടാൻ അടിക്കുകയില്ല. ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ഗിലാദിലെ വേദം കൂടെ ഇരുന്ന് നിങ്ങൾ വഴി നടത്തുമാറാത്തെ സകലവും നമുക്ക് വേണ്ടി ജീവൻ വെച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. യേശു നാമത്തിൽ ജയ. സകലത്തിലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് വരവാനായി നമ്മെ ഒരുക്കട്ടെ. വാഗ്ദത്തം സഹായിക്കട്ടെ.